ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മളിന്നൊരു ലേണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. MCOMൻ്റെ സിലബസിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് പോർഷൻസ്, മീനിങ്, ഡെഫിനിഷൻ, നേച്ചർ, കീ എലമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ആളുകളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനുമുള്ളൊരു മെക്കാനിസമാണ്. അപ്പം അതിനകത്ത് നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ അകത്ത് ഒരു ഓർഗനൈസേഷനിലെ ആളുകളുടെ, അത് ഇൻഡിവിജ്വൽസ് ആകാം അതുപോലെ തന്നെ ഗ്രൂപ്പ് ആകാം, അവരുടെ ബിഹേവിയറിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. അവർ എങ്ങനെയായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് നമ്മുടെ OB എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയും ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ ഡെഫിനേഷനിൽ അങ്ങനെയാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ OB നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പറയും ഒരു ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നെസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോളജ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷനിലെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോളജ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ആപ്ലിക്കേഷൻ നടത്താം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അതാണ് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പറയുന്നത് എന്നാണ് ഈ ഡെഫിനിഷൻ്റെ അകത്ത് നമ്മളോട് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും OBനെ പറ്റി പറയുമ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ്: ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറാണ്, അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓർഗനൈസേഷനിൽ എപ്പോഴും ഡെസിഷൻ മേക്കിംഗ് നടത്തുന്നതും അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവിടുത്തെ ഹ്യൂമൻ ആണ്, അവിടുത്തെ ആളുകളാണ്. അപ്പോൾ അവരുടെ ബിഹേവിയർ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയായിരിക്കുമോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സക്സസും ഇഫക്റ്റീവ്നെസ്സും ഒക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും 3 കൊടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ആൻ ഓർഗനൈസേഷൻ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നേച്ചർ ഓഫ് OB ആണ്. ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ നേച്ചർ എന്താണ്? ഒരു 7 പോയിൻറ്റ്സാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ആൻഡ് നോട്ട് എ ഡിസിപ്ലിൻ എന്നാണ്. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ മാത്രമല്ല, ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി. ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് ആൻ അക്സെപ്റ്റഡ് സയൻസ് മെയിൻലി ബേസ്ഡ് ഓൺ എ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ. ഒരു തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്സെപ്റ്റഡ് സയൻസിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ അകത്ത് ഇതല്ല ഉള്ളത്. ഓർഗനൈസേഷൻ ബിഹേവിയർ ഒരിക്കലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല, അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. ഒരു ഓർഗനൈസേഷനിൽ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും OB ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി, നോട്ട് എ ഡിസിപ്ലിൻ. രണ്ടാമത്തെ പോയിന്റ് നേച്ചറിനകത്ത് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കാണ്. ഇതിനകത്ത് OBക്കകത്ത് നമുക്ക് സെപ്പറേറ്റ് ബ്രാഞ്ചസ് ഓഫ് ലേണിംഗ് വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് HRMന്ന് നമ്മൾ കുറേ പോർഷൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റിൽ നിന്നുണ്ട്, ഹ്യൂമാനിറ്റീസിൽ നിന്നുണ്ട്, ആന്ത്രോപോളജിയിൽ നിന്നുണ്ട്, സയൻസിൽ നിന്നുണ്ട്, ടെക്നോളജിയിൽ നിന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും OB ഈസ് ആൻ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. ഇനി അടുത്തൊരു കാര്യം നേച്ചറായിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ആൻ അപ്ലൈഡ് സയൻസ്. എന്താ സയൻസിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലവിലുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് നോളജിനെ അപ്ലൈ ചെയ്യുന്ന പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആണ് ഓർഗനൈസേഷൻ ബിഹേവിയറിലുള്ളത്. നമുക്ക് തിയററ്റിക്കലായിട്ട് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഉള്ള ഒരു നോളജിനെ
അതിന് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ എങ്ങനെ ആപ്ലിക്കേഷൻ നടത്താം അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ ഒ ബിക്കകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഒ ബി ഈസ് ആൻ അപ്ലൈഡ് സയൻസ്. ഇനി നമ്മൾ നേച്ചറിൻ്റെ അകത്ത് അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ്സ് നോർമാറ്റീവ് ആൻഡ് വാല്യൂ സെൻറ്റേഡ് എന്ന്. നോർമാറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനദണ്ഡത്തിനെ ബേസ് ചെയ്ത് എന്നാണല്ലോ നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയും അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മാനദണ്ഡത്തിനെ ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു അപ്ലൈഡ് റിസർച്ചിനെ അതിൻ്റെ ഫൈൻഡിങ്സ് നമ്മൾ എങ്ങനെ കൊണ്ടുവരും, നമ്മളൊരു കാര്യം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യത്തിനെ പറ്റി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നത് എന്നും കൂടി നമ്മളെവിടെ പറയുന്നുണ്ട്, ഒ ബിക്കകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് വാല്യൂ സെൻറ്റേഡ്. വാല്യൂ സെൻറ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും വാല്യൂസ് എങ്ങനെയായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ വാല്യൂ സിസ്റ്റം, ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ വാല്യൂ സിസ്റ്റം എങ്ങനെയാണോ അതും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്. ഇനി അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത് ഹ്യൂമനിസ്റ്റിക് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് എന്നാണ്. എന്താ ഹ്യൂമനിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്, മാനുഷികത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഹ്യൂമനിസ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ തിങ്കിങ്ങിനും ഫീലിങ്ങിനുമാണ്. അവരെന്താണ് ഒരു ഓർഗനൈസേഷനിൽ ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറയും ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ച് എന്ന്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം എന്നൊക്കെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഓർഗനൈസേഷനിലെ ആളുകളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ അവർ ക്രിയേറ്റീവാണ്, പ്രൊഡക്റ്റീവാണ് എന്നൊക്കെ നമ്മുടെ ഓർഗനൈസേഷന് ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസം, അതും കൂടി എന്തിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്, നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിനകത്ത് ഇൻവോൾവ് ആണ്. ഇനി അടുത്ത പോയിന്റ് നമ്മൾ പറയും ഇറ്റ്സ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ത്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. ഒരു ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് തന്നെ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ ടോട്ടൽ സിസ്റ്റം അപ്രോച്ച്. എന്താ ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസും എല്ലാ സിസ്റ്റംസും കൂടി ഒരുമിച്ച് കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്. കാരണം ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ തലത്തിലും എല്ലാ ലെവലിലും ആരുണ്ട്, ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും അവിടെ ഡിഫറൻ്റ് ആയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇറ്റ്സ് എ സിസ്റ്റം, ടോട്ടൽ സിസ്റ്റം അപ്രോച്ച്. എൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, നമുക്ക് ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വേരിയബിൾസും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എല്ലാ വേരിയബിൾസും കൂടി ചേരുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ ഒരു ബിഹേവിയർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ നേച്ചറായിട്ട് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കീ എലമെൻറ്റ്സ് ഓഫ് ഒ ബി ആണ്. ഓർഗനൈസേഷൻ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 4 എണ്ണമാണ് നമ്മൾ കീ എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. പീപ്പിൾ, സ്ട്രക്ചർ, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. ആദ്യത്തെ എലമെൻറ്റ് പീപ്പിൾ. പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ സോഷ്യൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്, പീപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വൽസും ആകാം, ഗ്രൂപ്പും ആകാം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിഹേവിയറിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിഹേവിയറിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ പറയും ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെലവൻസ് ഉള്ള ഒരു ഫാക്ടറാണ്, എലമെൻ്റാണ് പീപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എലമെൻറ്റ് നമ്മൾ പറയും സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ട്രക്ചർ ഈസ് എ ഫോർമൽ റിലേഷൻഷിപ്പ് ഓഫ് പീപ്പിൾ ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ള ആളുകളുടെ ഫോർമൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതും നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അടുത്തത് നമ്മൾ പറയും ടെക്നോളജി. വാട്ട് ഈസ് ടെക്നോളജി? ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നവേറ്റീവ് ആയിട്ടുള്ള
കാര്യങ്ങളെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും എന്ത് മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിലെ ആളുകളുടെ ബിഹേവിയറും മാറ്റം വരും. എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ ടെക്നോളജി വരുമ്പം കുറച്ച് ആളുകൾക്ക് ആ ടെക്നോളജി പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് മാറാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർക്കൊരു നെഗറ്റീവ് ബിഹേവിയർ ഉണ്ടാകും. അറ്റ് ദി സെയിം ടൈം നമുക്ക് ബാക്കി കമ്പനികളിലും ബാക്കി ഓർഗനൈസേഷനിലും നല്ല ടെക്നോളജി അവൈലബിൾ ആവുകയും നമുക്കില്ലാണ്ട് വരികയും ചെയ്യുമ്പം കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻസ് അല്ലെങ്കിൽ നമ്മുടെ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ടെക്നോളജിക്ക് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അടുത്ത ലാസ്റ്റ് നമ്മുടെ പറയുന്ന ഫാക്ടറാണ്, കീ ഫാക്ടറാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ്, ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ്, ദാറ്റ് മീൻസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എന്തിൻ്റെ അകത്ത് വരും, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് വരും. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ, പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ ലീഗൽ, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടി വരുന്നതാണ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഇതിനും നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ അകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 എണ്ണമാണ് നമ്മുടെ കീ ഫാക്ടേഴ്സായിട്ട് അല്ലെങ്കിൽ കീ എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? മീനിങ്, ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് കീ എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഈ 4 കാര്യങ്ങൾ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻട്രഡക്ഷനാണ്. അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ ബിഹേവിയറിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.